يلد ولم يولد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله سبحانه وتعالى في القرآن الكريم: ألم يجدك يتيما فآوى وجدك ضالا فهدى وجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അനുസരിച്ചു വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടകന്നു വിശുദ്ധമായ ഭക്തിപൂർണമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആവശ്യപ്പെടുന്നു. അവിധം പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിധം ഇസ്ലാമിക ജീവിതം നയിക്കുവാനും സത്യവിശ്വാസം ഉൾക്കൊണ്ട് മരണമടയുവാനും അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളായി ചെയ്യുവാനും അവൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാണ്. എക്കാലത്തെയും എവിടത്തെയും മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ജീവിതമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവലോകത്തിന് അല്ലാഹു നൽകിയ അവന്റെ അന്ത്യസന്ദേശമായ വിശുദ്ധ ഖുർആന്റെ ആധികാരികമായ വ്യാഖ്യാനവും പ്രായോഗികമായ ജീവിത മാതൃകയുമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്: ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറൻ. തീർച്ചയായും അല്ലാഹുവിന്റെ ദൂതനിൽ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് ഉത്തമമായ മാതൃകയുള്ളത്? അല്ലാഹുവിനും പരലോകത്തിലും വിശ്വാസമർപ്പിച്ച് അല്ലാഹുവിന്റെ പ്രീതിയിലും അവന്റെ പ്രതിഫലത്തിലും പരലോക വിജയത്തിലും പ്രതീക്ഷ അർപ്പിച്ച് അത് ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമാണ് നബി തിരുമേനി ഉത്തമ മാതൃകയുള്ളത്. അതോടൊപ്പം ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന പിന്തുടരപ്പെടുന്ന മാതൃകയും നബി തിരുമേനിയുടേതാണ്. നാം ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞല്ലോ: അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. 1400 വർഷം മുമ്പ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ നടപ്പാക്കുകയും സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്ത അതേ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ്
130 കോടിയോളം മനുഷ്യർ ഇന്ന് രാവിലെ എഴുന്നേറ്റു. അതിനുശേഷം പ്രാഥമിക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവർ നിശ്ചിതമായ വിസർജ്യ സ്ഥാനത്തേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാവരും എടുത്തുവെച്ചത് ആദ്യമായി എഴുതുകാരാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ എല്ലാവരും വലതുകാൽ ആദ്യം എടുത്തു വെച്ചു. അപ്പോഴും അവർ പറഞ്ഞു, അൽഹംദുലില്ലാഹി ലദി അദബനി അൽഅദാ വഅഫൻ. തുടർന്ന് നമുക്ക് അറിയാവുന്ന പോലെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കൂട്ടുകാരെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തതുൾപ്പെടെ ഹസ്തദാനം ചെയ്തതുൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും നാം പിന്തുടരുന്നത്, അനുകരിക്കുന്നത് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ അതിന്റെ ഒടുക്കമായ നാം കിടന്നുറങ്ങുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുന്നു. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഒരുണ്ട്. ഇങ്ങനെ ലോകത്തിലെ 130 കോടിയോളം വരുന്ന ജനങ്ങളുടെ നടത്തത്തെ, ഇരുത്തത്തെ, കിടത്തത്തെ, ഉറക്കത്തെ, ഉണർച്ചയെ, സ്വഭാവത്തെ, സമീപനത്തെ, സമ്പ്രദായത്തെ, പെരുമാറ്റത്തെ, സംസാരത്തെ, ചിന്തയെ, വിചാരത്തെ, വികാരത്തെ, എല്ലാ സംസ്കാരത്തെ, നാഗരികതയെ എല്ലാറ്റിനെയും അത്ഭുതകരമായി നിയന്ത്രിക്കുന്ന പ്രവാചക വ്യക്തിത്വമുണ്ട്. ആ പ്രവാചക വ്യക്തിത്വത്തിലാണ് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ളത് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹു നമ്മോട് പറഞ്ഞു. ആ പ്രവാചക ജീവിതം ഏറ്റവും കൂടുതൽ അനുസ്മരിക്കപ്പെടുന്ന സന്ദർഭമാണ് തുടർന്നുള്ള നാളിൽ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അന്ത്യ സന്ദേശം, ഏറ്റവും അവസാനത്തെ മനുഷ്യരാശിക്കുള്ള ദൈവികമായ സന്ദേശം ഏറ്റുവാങ്ങുവാൻ പാകപ്പെടുത്തുകയായിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതിമഹത്തായ ഒരു കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലുള്ള മനുഷ്യനോട് അല്ലാഹു സംസാരിക്കുകയാണ്, അല്ലാഹുവിന്റെ സന്ദേശം നൽകുകയാണ്. അത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. എല്ലാ നാട്ടുകാർക്കും, എല്ലാ ദേശക്കാർക്കും, എല്ലാ ഭാഷക്കാർക്കുമുള്ള സന്ദേശമാണ്. അത്തരമൊരു സന്ദേശം ഏറ്റുവാങ്ങുവാൻ പ്രവാചകൻ തിരുമേനി സ്വന്തം പാകപ്പെടുത്തപ്പെടുകയായിരുന്നു. അഥവാ അതിനനുസൃതമായ ഒരു വ്യക്തിത്വമായി നബി തിരുമേനിയുടെ വളർത്തപ്പെടുകയായിരുന്നു എന്നതാണ് വസ്തുത. പ്രവാചകൻ തിരുമേനി സ്വന്തം ജനിച്ചത് ആനക്കലഹത്തിന്റെ വർഷം എന്നറിയപ്പെടുന്ന കൊല്ലത്തിലാണ്. ക്രിസ്തബ്ദം 571 അബ്രഹത്ത് എന്ന യമൻ ഭരണാധികാരി തന്റെ രാജ്യത്ത് ഒരു വലിയ ദേവാലയം ഉണ്ടാക്കി. അതിന് കാരണം അറേബ്യൻ സമൂഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നത് അക്കാലത്തും വിശുദ്ധ കഅബയായിരുന്നു. എല്ലാവരും തീർത്ഥാടനം നടത്തിയിരുന്നത് കഅബയുടെ അടുത്തേക്കായിരുന്നു. അത് മക്ക നിവാസികളുടെ അന്തസ്സുയർച്ചതോടൊപ്പം അവിടെ സാമ്പത്തികമായ വളർച്ചയ്ക്കും കാരണമായിരുന്നു. അതിനാൽ കഅബയിൽ നിന്ന് തന്റെ നാട്ടിൽ താനുണ്ടാക്കുന്ന ക്ഷേത്രത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഉല്ലൈസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം നിർമ്മിച്ചു, ഒരു ആരാധനാലയം നിർമ്മിച്ചു യമനിൽ. പക്ഷേ ആളുകൾ ആരും അതിന് നേരെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ അദ്ദേഹം അസ്വസ്ഥനാവുകയും ക്ഷുഭിതനാവുകയും ചെയ്തു. പരിഹാരമായി അദ്ദേഹം കണ്ടത് കഅബ പൊളിക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് അബ്രഹത്തും അദ്ദേഹത്തിന്റെ സൈന്യവും വിശുദ്ധ കഅബ പൊളിക്കുവാൻ സജ്ജമായി, സർവായുധ സജ്ജമായി മക്കയിലേക്ക് വന്നു. മക്ക നിവാസികളായ ആളുകൾ അബ്രഹത്തിനെയും സൈന്യത്തെയും നേരിടാൻ ആവശ്യമായ വളരെ ആസൂത്രണമോ പരിപാടികളോ ചെയ്തില്ല. എന്നാലും കൊച്ചു കൊച്ചു ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയും അത് പരാജയപ്പെടുകയും ചെയ്തു. അബ്രഹത്തിന്റെ സൈന്യം അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളെ പിടിച്ചടക്കുകയുണ്ടായി. വിശുദ്ധ കഅബ സംഘടന കൂടാതെ തന്നെ കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ച അബ്രഹത്ത്
അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് തന്റെ പുനാത്ത എന്ന് പറയുന്ന സേനാനായകനെ അയച്ചു. അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കാൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് എന്റെ ഒട്ടകം തിരിച്ചിട്ടു. അത്ഭുതത്തോടുകൂടി അബ്രഹത്തും അദ്ദേഹത്തിന്റെ പ്രതിനിധിയൊക്കെ ചോദിച്ചു, നിങ്ങൾ തലമുറകളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ വിശുദ്ധമായ ഭവനം അത് ഞങ്ങൾ തകർക്കാൻ വന്ന് ഞങ്ങൾ പൊളിച്ചുകൊണ്ടു പോകാൻ വന്നിട്ട് അക്കാര്യം പറയാതെ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തിന്റെ കാര്യമാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒട്ടകം എന്റേതാണ്, അതിന്റെ കാര്യമാണ് ഞാൻ നോക്കേണ്ടത്. ഈ മന്ദിരം അല്ലാഹുവിന്റേതാണ്, അതിന്റെ കാര്യം അവൻ നോക്കിക്കൊള്ളും. അത് സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യം അതിന്റെ ഉടമയായ അല്ലാഹു നോക്കിക്കൊള്ളും. ഒട്ടകത്തിന്റെ ഉടമയായ ഞാനായതുകൊണ്ട് അതെനിക്ക് വർക്കി തരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരുടെ കാലത്തെ പോലെ തന്നെ മക്കയിലെ ജനവിഭാഗവും അടിസ്ഥാനപരമായി ദൈവവിശ്വാസികളായിരുന്നു. അവരെ സൃഷ്ടിച്ചത്, സംരക്ഷിക്കുന്നത്, മഴ പെയ്യിക്കുന്നത്, കാറ്റടിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തത് ഏകനായ അല്ലാഹുവാണ് എന്ന് അവർ അംഗീകരിച്ചു. അതേസമയം ഇതിന് വ്യത്യസ്തമായ ശുപാർശകരും മാധ്യസ്ഥരും സഹായികളും ഒക്കെ അല്ലാഹു ചെയ്തു. അവരിലൂടെയാണ് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതെന്നും അതിനാൽ അവരോടാണ് സഹായം അത്ര പ്രാർത്ഥന വേണ്ടതെന്നുമായിരുന്നു അറേബ്യൻ സമൂഹത്തിന്റെ വിശ്വാസം. എന്നാൽ അവരിലും ഉണ്ടായിരുന്നു ശുദ്ധ ഏകന വിശ്വാസികളായ ആളുകൾ. അവർ അറിയപ്പെട്ടിരുന്നത് മുനഫ്ഫാൽ എന്ന പേരിലായിരുന്നു. പോലെയുള്ള ആളുകൾ ശുദ്ധ ഏകന വിശ്വാസികളായിരുന്നു. ഒരൊറ്റ റബ്ബാണോ അതോ ആയിരക്കണക്കിന് റബ്ബാണോ നല്ലത്? കാര്യങ്ങളൊക്കെ വിഭജിക്കപ്പെടുക വരും. ഏറ്റവും ഞാൻ കീഴ്പ്പെടാൻ, ഞാൻ വെളിപ്പെടാൻ ഏറ്റവും നല്ലത് ഏകനായ ദൈവമാണോ, ഏകനായ റബ്ബാണോ, അതല്ല ഒരായിരം റബ്ബുമാരാണോ എന്ന് ചോദിച്ച ശുദ്ധ ഏകദൈവ വിശ്വാസിയായ അല്ലാഹുവിൽ മാത്രം പരമേൽപ്പിക്കുന്നവനായ സെയ്ദ് ഇബ്നു അംറിനെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പാടിയിരുന്നു, അസ്ലംതു വജ്ഹി ലിമൻ അസ്ലമത് ലഹുൽ മുദ്നു ഉദ്ബൻ തിലാല, അസ്ലംതു വജ്ഹി ലിമൻ അസ്ലമത് ലഹുൽ അർദ് തഹ്മിലു സഖറൻ സിഖാല. കാർമേഘങ്ങളെ വഹിക്കുന്ന വലിയ കുറ്റിയൊഴുകുന്ന വെള്ളത്തെ വഹിക്കുന്ന കാർമേഘങ്ങൾ ഏതൊന്നിനാണോ കീഴ്പ്പെട്ടത് അവർ ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ മുഖം ഞാൻ അവനിലേക്ക് തിരിച്ചു വച്ചിരിക്കുന്നു, അവനെ എനിക്ക് സമർപ്പിച്ചിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന്. അതുപോലെ വലിയ വലിയ ഭാരമുള്ള പാറകൾ ചുമക്കുന്ന ഈ ഭൂമി ഏതൊരു പ്രപഞ്ചനാഥനാണോ, ഏതോ സൃഷ്ടാവിനാണോ കീഴ്പ്പെട്ടിരിക്കുന്നത് അവരിതാ ഞാൻ സ്വയം കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ശുദ്ധ ഏകദൈവ വിശ്വാസികളായ ഏകദൈവ ആരാധകരായ ആളുകൾ അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്നു. അത്യപൂർവമായിരുന്നു എന്ന് മാത്രം. അവരെ ആ സമൂഹത്തിന്റെ പൊതുധാരക്കെതിരായതുകൊണ്ട് കഠിനമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിരുന്നു. നബി തിരുമേനി സ്വലസഭയുടെ ജനനം സംഭവിക്കുന്നത് ഈ ആന കലഹത്തിന്റെ വർഷം, അല്ലെങ്കിൽ വിശുദ്ധ കാബം കയറ്റാൻ വേണ്ടി അബ്രഹത്തും കൂട്ടുകാരും വന്ന വർഷമാണ്. അങ്ങനെ അബൂ താലിബിനെ അബ്ദുൽ മുത്തലിബിനെ ഒട്ടകമാർ മടക്കിക്കൊണ്ടു. വിശുദ്ധ കാബയെ തകർക്കാൻ വന്ന അബ്രഹത്തും കൂട്ടുകാരും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. അതേക്കുറിച്ചാണ് വിശുദ്ധരാൻ പറയുന്നത്, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജൽ കൈദഹും ഫീ തദ്രീൽ വഅർസല അലൈഹിം തുയറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മൗകൂൽ. യമനിൽ നിന്ന് വന്ന അബ്രഹത്തിന്റെയും സംഘത്തിന്റെയും വിശുദ്ധ കഅബ തകർക്കാനുള്ള ശ്രമം എപ്രകാരമാണ് അല്ലാഹു പരാജയപ്പെടുത്തിയത് എന്ന് വിശുദ്ധാൻ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഭൗതികമായ സാധാരണ മാർഗത്തിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ തകർക്കുന്ന പ്രത്യേകമായ അല്ലാഹുവിന്റെ അമാനുഷമായ മാർഗത്തിലൂടെ അവരെ തകർത്ത കഥയാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. ആ സംഭവം നടന്ന അതേ വർഷമാണ് നബി തിരുമേനി സ്വതദാസം ജനിച്ചത്.
എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പ്രവാചകന്റെ പിതാവ് അബ്ദുള്ള പ്രവാചകന്റെ ജന്മത്തിന് മുമ്പ് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. വഹബിന്റെ മകൾ ആമിനയായിരുന്നുവല്ലോ പ്രവാചകന്റെ ഉമ്മ. അതുകൊണ്ട് തന്നെ അവിടെ സംരക്ഷണം ഏറ്റെടുത്തത് പിതാമഹനായ അബ്ദുൽ മുത്തലിബായിരുന്നു. പ്രവാചകൻ ജനിച്ച അതിന്റെ 7ാമത്തെ ദിവസം പ്രവാചകന്റെ മുടി കളയുക എന്ന പ്രക്രിയ അവിടെ ചെയ്തപ്പോൾ അത് വളരെ ഒരു ആഘോഷമായാണ് നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 7ാം നാൾ ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്തുകൊണ്ടായിരുന്നു നബി തിരുമേനിയുടെ മുടി കളയുക എന്ന കർമ്മം അത് നിർവഹിച്ചിരിക്കുന്ന. പ്രവാചകൻ സ്വതന്ത്രമയ്ക്ക് അനന്തരമായി ലഭിച്ചത് 5 ഒട്ടകവും 7 ആടുകളും ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമായി. പ്രവാചകൻ തിരുമേനി സ്വതന്ത്രമയ്ക്ക് ആദ്യമായി മുല കൊടുത്തത് ഉമ്മയായിരുന്നില്ല, മാതാവായിരുന്നില്ല. മറിച്ച് ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായി പിന്നീട് മാറിയ അബൂലഹബിന്റെ ദാസിയായിരുന്നു സുവൈബയാണ് നബി തിരുമേനി സ്വതന്ത്രമയ്ക്ക് ആദ്യമായി മുല കൊടുത്തത്. അതിനുശേഷം അറേബ്യൻ സമൂഹത്തിന്റെ പതിവനുസരിച്ച് മുല കൊടുക്കുവാൻ ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഹലീമ ബീവി അങ്ങനെയാണ് പ്രവാചകന്റെ മുല കൊടുക്കുവാനുള്ള അവസരം ഉണ്ടായത്. പ്രവാചകന്റെ ജന്മത്തെ കുറിച്ച് നമുക്കറിയാം. അത് ഇബ്രാഹിം നബി ഇസ്ലാമയുടെ പ്രാർത്ഥനയുടെ ഒരു സാക്ഷാത്കാരം കൂടിയായിരുന്നു. ഇബ്രാഹിം നബി ഇസ്ലാം അന്ന് തന്റെ കുടുംബത്തെ മക്കയിൽ താമസിച്ചപ്പോൾ പറഞ്ഞല്ലോ, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. തന്റെ മകനെയും സാധാരണയെയും അവിടെ താമസിച്ചപ്പോൾ പ്രാർത്ഥിച്ചു, നാഥാ, ഇവരിൽ നിന്ന് നീ ഒരു ദൂതനെ നിയോഗിക്കണം. ആ ദൂതൻ അവർക്ക് നിന്റെ ആയത്തുകൾ, നിന്റെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുകയും അതുപോലെ ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യും. ആ മഹാനിയോഗമായിരുന്നു നബി തിരുമേനിയോട് നിർവഹിച്ചത്. ഹദരത്ത് ഈസാ അലൈഹിസ്സലാമിനും പ്രവാചകൻ തിരുമേനി സ്വതന്ത്രമയുടെ നിയോഗത്തെ കുറിച്ച് ശുഭവാർത്ത അറിയിച്ചിരുന്നു. മറിയം യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി മുബശ്ശിറൻ ബിറസൂലി യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഞാനിതാ നിങ്ങളിലേക്കുള്ള അല്ലാഹുവിന്റെ സന്ദേശവാഹകനാണ്, റസൂലാണ്, അവന്റെ ദൂതനാണ്. എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടും എനിക്ക് ശേഷം വരാനിരിക്കുന്ന പ്രവാചകനായ അഹ്മദിനെ ശുഭവാർത്ത അറിയിച്ചുകൊണ്ടുമുള്ളവരാണ് ഞാൻ എന്ന് പറയുന്നത്. പ്രവാചക നിയോഗത്തെ കുറിച്ച് ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ്. അതോടൊപ്പം ഈസാ അലൈഹിസ്സലാമയുടെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണമാണ്, പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് നബി തിരുമേനി സ്വതന്ത്രമയുടെ നിയോഗം. പ്രവാചകൻ അനാഥനായാണ് ജനിച്ചതെന്ന് പറഞ്ഞു. ഹലീമ ബീവി 2 വർഷം മുല കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും സ്വന്തം നാട്ടിലേക്ക് തന്നെ, സ്വന്തം വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഏകദേശം 4-5 വയസ്സ് പ്രായമാകുമ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഹലീമ ബീവിയെ തന്റെ മുല കൊടുത്ത് നബി തിരുമേനി സ്വതന്ത്രം അവരുടെ ജീവിതാന്ത്യം വരെ അങ്ങേയറ്റം ആദരിച്ചു. ഹലീമയുടെ സഹോദരി ഷെയ്മാവു, ഹലീമയുടെ മകൾ ഷെയ്മാവു സഹോദരി. പിൽക്കാലത്ത് യുദ്ധവേളയിൽ ഒരു സ്ത്രീ വന്ന് എനിക്ക് നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനെ കാണും, ഞാൻ മുഹമ്മദിന്റെ സഹോദരിയാണ്. പക്ഷെ ആളുകൾ പറഞ്ഞു, മുഹമ്മദിന് സഹോദരി ഇല്ലല്ലോ, ഞങ്ങളുടെ റസൂലിന് സഹോദരി ഇല്ല എന്ന്. അപ്പോൾ പറഞ്ഞു, ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറയുക മാത്രമല്ല, നബി തിരുമേനി സ്വതന്ത്രം ചെറുപ്പത്തിൽ കാണിച്ച കുസൃതികളെ കുറിച്ച് നബി തിരുമേനിയോട് പറയുകയും നബി തിരുമേനി സ്വതന്ത്രം തന്റെ സഹോദരിയായ ഷെയ്മാവിനെ അടുത്തിരുത്തി ആദരിക്കുകയും ചെയ്ത സംഭവം സുവിദിതമാണ്, ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്നു. അനാഥനായാണ് വളർന്നെന്ന്. നബി തിരുമേനിക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ്
ഉമ്മുമായി തന്നെ അലിമത്തിരിയെയും കൂട്ടി നബി തിരുമേനിയെ ഒന്നിച്ച് മദീനയിലേക്ക് പോയി. മദീനയിലുള്ള തന്റെ ബന്ധുക്കളുടെ അടുത്ത് താമസിച്ച് 1 മാസത്തോളം താമസിച്ച് തിരിച്ചു വരാനായിട്ട് ലക്ഷ്യം. കാരണം ഭർത്താവായ പ്രവാചകന്റെ പിതാവായ അബ്ദുള്ളയുടെ ഖബർ കാണുക എന്നത് കൂടി സന്ദർശിക്കുക എന്നതുകൊണ്ട് ലക്ഷ്യമായിരുന്നു. അങ്ങനെ മടക്കയാത്രയിൽ അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു. അതോടുകൂടി പൂർണ്ണമായ അനാഥത്വത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. പരീക്ഷണം ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബും 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞു. ആദ്യം പിതാവ്, പിന്നെ മാതാവ്, പിന്നെ പിതാമഹൻ, അവസാനമുണ്ടായിരുന്നത് വിദ്യമ്യനാണ്. അങ്ങനെയാണ് അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ എത്തിപ്പെടുന്നത്. ഇതേക്കുറിച്ച് വിശുദ്ധ വ്യക്തമായ സൂചനയുണ്ട്. അലം യജിദക യതീമൻ ഫആവാ വജദക വല്ലം ഫഹദാ വജദക ആയിരം ഫഗ്നാ. അനാഥനായി, നിന്നെ അനാഥനായാണ് കാണപ്പെട്ടത്. അപ്പോൾ അനാഥനായിരുന്ന നബി തിരുമേനിയെ സംരക്ഷിക്കപ്പെടുകയുണ്ടായി. അതിന്റെ പ്രതിഫലനം എന്തെങ്കിലും ചെയ്യേണ്ടത് എന്ത് ചെയ്ത് ഖുർആൻ പറഞ്ഞു. അതാ നീ അനാഥയെ ഒരിക്കലും നിന്ദിക്കരുത്, ചോദിച്ചു വരുന്നവനെ വിരട്ടിയോട്ടരുത്. സാധാരണഗതി ചെറുപ്പത്തിൽ അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങൾ പലരും വളർന്നു വരുമ്പോൾ പ്രതിഷേധമായാണ്, ഒരു പകരം വീട്ടലായാണ്, അതിന് പ്രതികാരമായാണ് പലപ്പോഴും ജീവിതത്തെ ഉപയോഗപ്പെടുത്താറുള്ളത്. നമ്മുടെ നാട്ടിൽ പൊതുവെ അമ്മായിമ്മയിൽ നിന്ന് ഏറെ പീഡനം ഏറ്റുവാങ്ങുന്ന മരുമകൾ പിന്നെ തന്റെ മരുമകളോട് ഇത് കാണിക്കുകയാണ് ചെയ്യാറുള്ളത്. അമ്മായിമ്മയിൽ നിന്ന് പീഡനം ഏറ്റുവാങ്ങിയ ഒരു മരുമകൾ, പ്രയാസം ഏറ്റുവാങ്ങിയ ഒരു മരുമകൾ, ആക്ഷേപവും ചീത്തയും ഒക്കെ കേട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നൊരു മരുമകൾ സാധാരണഗതിയിൽ ചെയ്യേണ്ടത് ഇനിയൊരു മരുമകളും ഇനി അനുഭവിക്കാതിരിക്കട്ടെ എന്ന തീരുമാനമാണ് എടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും സംഭവിക്കാറുള്ളത് ആ അമ്മായിമ്മ പിന്നീട് ആ മരുമകൾ പിന്നീട് അമ്മായിമ്മയായി മാറുമ്പോൾ തന്റെ മരുമകളോട് എന്താണോ തന്റെ അമ്മായിമ്മ തന്നോട് ചെയ്തത് അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അത് ആ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം റാഗിങ് നമ്മളെ കോളേജിലെ കുട്ടികൾ ചെയ്തൊരു പണിയുണ്ടല്ലോ. പ്രൊഫഷണൽ കോളേജുകളിലാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊക്കെ തുടങ്ങിയിരുന്നു. എന്താ ചെയ്യാറുള്ളത്? ജൂനിയറായ വിദ്യാർത്ഥികൾ സീനിയറായ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് വിധേയരായി ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കും. ഇത് ഞങ്ങൾ അനുഭവിച്ചിരുന്ന വരുന്ന ആരും അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട മനസ്സ്. പക്ഷെ പലപ്പോഴും ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ പിന്നെ സീനിയർ സ്റ്റുഡൻസ് ആയി മാറുമ്പോൾ, അവന് ഉയർന്ന ക്ലാസ് ആകുമ്പോൾ പിന്നാലെ വരുന്ന കുട്ടികൾ ഇതേ ക്രൂരമായ കൃത്യം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതൊരു ദൂഷിത വലയം പോലെ തിന്മകൾ തുടരാറുള്ളത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാം വളരെ ദരിദ്രരായിരുന്ന ആളുകൾ, വളരെ പ്രയാസപ്പെടുന്ന ആളുകൾ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ആളുകൾ പിന്നീട് സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങൾ എത്തുമ്പോൾ മറ്റുള്ളവരെ അവഗണിക്കുകയാണ് ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ തന്നെ ലോകത്തിലെ ഏതാണ്ടൊരു സാധാരണഗതിയിൽ കാണപ്പെടുന്ന, അതുകൊണ്ടാണ് പലപ്പോഴും അക്രമങ്ങളും മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ ഒരു ദൂഷിത വൃത്തം പോലെ നിരന്തരമായി സമൂഹത്തിൽ തുടരാനുള്ള കാരണം. എവിടെയാണ് നബി തിരുമേനി സ്വന്തം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളെയും പ്രതികാരം ചെയ്യുകയല്ല, പകരം വീട്ടുകയല്ല, മറിച്ച് പ്രയാസപ്പെടുന്നവരോട് ഉദാരമായ നിലപാട് സ്വീകരിക്കുകയും അനാഥകളോട് ഏറ്റവും നല്ലതിന് വർത്തിക്കാനുള്ള പ്രേരണയായത് മാറുകയുമാണ് ചെയ്തത്. നബി തിരുമേനി സ്വതം എത്രത്തോളമാണ് ഉൾക്കൊണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളമായിരുന്നു അതിന് പ്രതിഫലനം എന്ന് ചോദിച്ചാൽ, അനാഥ കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഒരു വാപ്പ സ്വന്തം മകനെ തലോടാനോ ലാളിക്കാനോ ഓമനിക്കാനോ പാടില്ല എന്ന് പ്രവാചകൻ തിരുമേനി സ്വതം പറയാനുള്ള കാരണമായി തന്റെ ഹൃദയരക്തത്തിൽ അണിയിച്ചു ചേർത്ത് തന്റെ ആത്മാവിൽ ഏറ്റുവാങ്ങുകയായിരുന്നു ഈ ജീവിതാനുഭവങ്ങൾ. ആ ജീവിതാനുഭവങ്ങളോടൊപ്പമുള്ള അല്ലാഹുവിന്റെ നിർദ്ദേശം. അതിനാലാണ് അനാഥ സംരക്ഷണത്തിന് ഏറ്റവും അധികം ഊന്നൽ നൽകുക മാത്രമല്ല, അനാഥയ്ക്ക് ആഹാരം കൊടുക്കുക എന്നതല്ല, അനാഥയ്ക്ക് ആഹാരം കൊടുക്കുക മാത്രമല്ല, അനാഥയെ ആദരിക്കുക, മാനിക്കുക, അവന്റെ വികാരം വ്രണപ്പെടാൻ ഇടപെടാതിരിക്കുക എന്നതാണ്. എവിടെയാണ് നാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തികമായി ഇപ്പോൾ ശേഷിയുള്ളവർ പോലും ജേട്ടൻ മരിച്ചാൽ അനുജന്റെ പണി ജേട്ടന്റെ കുട്ടികളെ സംരക്ഷിക്കാനല്ല, പലപ്പോഴും ജേട്ടന്റെ കുട്ടികളെ അനാഥാലയത്തിലാക്കലാണ് അനുജന്റെ പണി.
അനാഥ നിങ്ങളിവിടെ ഇല്ലല്ലോ. അറബികളുടെ പണം നന്നായി കിട്ടുന്നത് കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏതാനും കുട്ടികൾക്ക് അനാഥശാല നടത്താനുള്ള ഗ്യാനം കിട്ടുന്നത് കൊണ്ട് കേരളത്തിൽ ഏതാണ് എല്ലാ പഞ്ചായത്തിലും അനാഥശാലകളുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ പോലും ഏട്ടനോ അനുജനോ മരിച്ചാൽ അവിടെയൊക്കെ കുട്ടികളെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്വത്തിൽ ഇപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി അവർ അനാഥശാലകളിൽ കൊണ്ടുപോയാക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ ക്രൂരമായ കൃത്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാമിക സമൂഹം വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. അനാഥരായ കുട്ടികളുടെ സംരക്ഷണ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിൽ നിക്ഷിപ്തമാണ്. ഒരാൾക്ക് കുട്ടികളില്ലാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ, ഞാനാണ് കുട്ടികളില്ലാതെ മരിക്കുന്നതെങ്കിൽ എന്റെ സ്വത്ത് ആർക്കാണോ, എന്റെ സ്വത്തിന്റെ ശിഷ്ടാവകാശം ആർക്കാണോ കിട്ടുക, അവരാണ് ഞാൻ മരിച്ച എന്റെ കുട്ടികൾ അനാഥരായ അവരുടെ സംരക്ഷണ ബാധ്യത അവർക്കാണ് അർപ്പിതമായിരിക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു, അയാളുടെ കുട്ടികൾ അനാഥരാണ്, ആ മരിച്ച ആൾക്ക് ബാപ്പയുണ്ടെങ്കിൽ അത് ആ കുട്ടികളുടെ വലിയപ്പയാണ് ആ സംരക്ഷണോത്തരവാദിത്തം. കാരണം സ്വത്ത് മരിക്കുമ്പോൾ ആൾക്ക് കുട്ടികളില്ലെങ്കിൽ അയാളുടെ സ്വത്തിന്റെ ശിഷ്ടാവകാശി ബാപ്പയുണ്ടെങ്കിൽ ബാപ്പയാണ്. അപ്പോൾ കുട്ടികൾ അതുപോലെ കുട്ടികൾ അനാഥരായാൽ അവരുടെ സംരക്ഷണോത്തരവാദിത്വം വെല്ലിപ്പയുണ്ടെങ്കിൽ വെല്ലിപ്പയ്ക്കാണ്. ഇല്ല എങ്കിൽ എളാപ്പയോ മൂത്താപ്പയോ ഉണ്ടെങ്കിൽ അവർക്കാണ്. എളാപ്പയും മൂത്താപ്പയും ഇല്ല, വെല്ലിപ്പയും ഇല്ല എങ്കിൽ പിന്നെ അതിന്റെ ഉത്തരവാദിത്വം അവരുടെ മക്കളായ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കാണ്. അവരുമില്ല എങ്കിൽ ബാപ്പയുടെ എളാപ്പാക്കാണ്. അവരുമില്ല എങ്കിൽ ബാപ്പയുടെ എളാപ്പയുടെ മക്കൾക്കാണ്. അഥവാ ആരാണോ കുട്ടികളില്ലാതെ ഒരാൾ മരിച്ച അയാളുടെ സ്വത്തിന്റെ ശിഷ്ടാവകാശി, അഖബ എന്ന അറബിയിൽ അതിന്റെ ഇസ്ലാമിക സാങ്കേതിക ഭാഷ എന്ന് പറയും. ശിഷ്ടാവകാശി ആരാണോ അയാളുടെ ഉത്തരവാദിത്വമാണ് ഒരാൾ മരിച്ച അയാളുടെ കുട്ടികൾ അനാഥരായ അയാളുടെ സംരക്ഷണം. അല്ലാതെ കേരളത്തിൽ മരിക്കുന്ന ആളുകളുടെ കുട്ടികളുടെ സംരക്ഷണോത്തരവാദിത്വം അറബികളിലെ ഏതെങ്കിലും ഷെയ്ഖിന്റേതല്ല, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഭരണാധികാരികളായ ആളുകളുടേതല്ല എന്നർത്ഥം. സാമ്പത്തികമായി ശേഷിയില്ലാത്ത കുടുംബത്തിലെ ആളുകളൊക്കെ തങ്ങളുടെ കുട്ടികളെ അനാഥശാലയിൽ കൊണ്ടുപോയാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. അത് സ്വാഭാവിക അനിവാര്യവുമാണ്. അതേസമയം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളെ പോറ്റാനും വളർത്താനും പഠിപ്പിക്കാനും കഴിയുന്ന ആളുകൾ അങ്ങനെ അനാഥാലയത്തിലാക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല, പഠിപ്പിച്ച രീതിക്ക് എതിരാണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാലാണ് അനാഥാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത് ചിലപ്പോൾ അനാഥാലയങ്ങൾ അനുഗ്രഹങ്ങളുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല, അത് പലപ്പോഴും ശിക്ഷകളുടെയും പീഡനങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ പ്രവാചകൻ തിരുമേനി സ്വതസം ഈ അനാഥത്വത്തിന്റെ ഭാരം അനുഭവിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിച്ച പണം ഇതായിരുന്നു എന്നർത്ഥം. കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ വികാരമായിരുന്നു ലഭിച്ചത്. പ്രവാചകൻ തിരുമേനി സ്വതസം പ്രവാചകത്വത്തിന് മുമ്പ് എന്തെല്ലാം ആയിരുന്നു പ്രവാചക ജീവിതത്തിലുണ്ടായ മഹിതമായ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായത് ജീവിത വിശുദ്ധിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹത്തിൽ അറിയപ്പെട്ടത് സത്യസന്ധനായിട്ടായിരുന്നു, അല്ലമീനായിട്ടായിരുന്നു. അതിനാലാണ് പല പ്രവാചകന്മാരും പറഞ്ഞത് ഇന്നീലക്കും റസൂലുൻ അമീൻ, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ പ്രവാചകനാണ്. ഇത് പറയുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. എനിക്ക് വേണമെങ്കിൽ കാരകുന്നോ മഞ്ചേരിയോ അല്ലാത്ത ദൂരം വെച്ചൊരു നാട്ടിൽ വേണമെങ്കിൽ പറയാൻ ഞാൻ വിശ്വസ്തനാണ്. പക്ഷെ ജനിച്ചു വളർന്ന സ്വന്തം സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റുകൊണ്ട് ഒരാൾ പറയുകയാണ് ഞാൻ വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, വിശുദ്ധനാണ് എന്ന് പറയുകയാണ്. അത് പറയാൻ അസാധാരണമായ ജീവിത വിശുദ്ധി അനിവാര്യമാണ്. ആ ജീവിത വിശുദ്ധിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഒരാൾക്ക് ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ പ്രവാചകനാണ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക എന്ന പ്രവാചകന്മാർക്ക് പറയാൻ കഴിഞ്ഞത് ഈ ജീവിത വിശുദ്ധി കൊണ്ടാണ്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു വളർത്തപ്പെട്ട ഏറ്റവും വലിയ ഗുണവിശേഷം ജീവിത വിശുദ്ധിയായിരുന്നു. അതിനാലാണല്ലോ ദിവ്യബോധനം ലഭിച്ച് പരസ്യ പ്രബോധനത്തിന് ആദ്യമായി അവസരം ലഭിച്ചപ്പോൾ പർവ്വതത്തിന് മുകളിൽ കയറിന്നുകൊണ്ട് തിരുമേനി ചോദിച്ചു, ഈ മലയുടെ അവിടുത്തെ ആളുകളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ചോദിച്ചു, ഈ മലയുടെ മറുഭാഗത്ത് നിങ്ങളെ ആക്രമിക്കാൻ സർവായുധ സജ്ജമായ ഒരു സൈന്യം വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്കത് വിശ്വസിക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം അൻതൽ അമീൻ, അൻതൽ അമീൻ, താങ്കൾ വിശ്വസ്തനാണ്, താങ്കൾ സത്യസന്ധനാണ്. ജീവിതത്തിൽ ഒരിക്കലും ഒരു കള്ളം പറഞ്ഞിട്ടില്ലാത്ത താങ്കൾ നിരാകരിക്കാൻ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. ഈ വിശ്വസ്തതയാണ് പ്രവാചകനിൽ നിന്ന് ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ ഗുണവിശേഷം ഈ വിശ്വസ്തതയാണ്. ബാക്കി കാര്യങ്ങൾ വരും നാളുകൾക്ക് മുമ്പിൽ പരാമർശിക്കും. അതുകൊണ്ട് എനിക്കിന്ന് സൂചിപ്പിക്കാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന്, നാം ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്നു.
ആ ജീവിത പ്രയാസങ്ങളെയും വിഷമങ്ങളെയും ഒരിക്കലും പ്രതികാര വാഞ്ചയോടുകൂടിയല്ല ഏറ്റുവാങ്ങലും. പാപ്പമാർ ചിലപ്പോൾ ചില മക്കളോട് വളരെ പരുഷമായി പെരുമാറും, ക്രൂരമായി പെരുമാറും, മോശമായി പെരുമാറും. ആ മക്കൾ പിന്നീട് ബാപ്പമാരാകുമ്പോൾ തങ്ങളുടെ മക്കളോട് സ്വീകരിക്കുന്ന നിലപാട് തന്റെ ബാപ്പ തന്നോട് പെരുമാറിയതുപോലെയല്ല. ഞാനോ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ബാപ്പയിൽ നിന്ന് ഇത്രയൊക്കെ അനുഭവിച്ചു, ഇനി എന്റെ മക്കളെങ്കിലും ഇങ്ങനെ അനുഭവിക്കാതിരിക്കട്ടെ എന്നായിരിക്കണം ഓരോ മകന്റെയും തീരുമാനം. അമ്മായിമ്മയിൽ പ്രയാസം അനുഭവിക്കുന്ന മരുമകൾ തീരുമാനിക്കേണ്ടത് എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന മരുമകൾ എന്റെ അമ്മായിമ്മ എന്നോട് ചെയ്തതുപോലെ ഞാൻ ചെയ്യണം എന്നതല്ല. എന്റെ അമ്മായിമ്മയിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിച്ചു, എന്റെ ഒരുപാട് ഒറ്റപ്പെട്ട രാത്രി എന്റെ ഭർത്താവ് ഗൾഫിലായിരിക്കെ, എന്റെ ഭർത്താവ് പ്രിയപ്പെട്ടവൻ ഗൾഫിലായിരിക്കെ ഞാൻ എന്റെ അമ്മായിമ്മയിൽ നിന്ന് ഒരുപാട് പ്രയാസം അനുഭവിച്ച് എന്റെ തലയെന്ന് ഒരുപാട് പ്രാവശ്യം നനഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന എന്റെ മരുമകൾക്ക് ഒരിക്കലും ഈ ജീവിതാനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന തീരുമാനമായിരിക്കണം മരുമകൾ ഉണ്ടാവുന്നത്. ഞാനോ ഈ വേദന അനുഭവിച്ചു, എന്റെ മരുമകൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നല്ലാതെ ഞാൻ അനുഭവിച്ച വേദന എന്റെ മരുമകൾക്കും പകർന്നു കൊടുക്കുക എന്നത് ക്രൂരമായ ജന്തുനീതിയാണ്. ജന്തുനീതിക്ക് മനുഷ്യൻ വേണ്ടതില്ല, ജന്തുനീതിക്ക് മനുഷ്യൻ വേണ്ടതില്ല. അതുപോലെ തന്നെ റാങ്കിങ്ങിനൊക്കെ വിജയമാകുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ജൂനിയറായി വരുന്ന വിദ്യാർത്ഥികളോട് പകരം വീട്ടുകയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രയാസം അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും തങ്ങളുടെ കീഴിലുള്ളവർക്ക് കൊടുക്കുക എന്നൊരു രീതിയുമുണ്ട്. ശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല പല ഉദ്യോഗ മേഖലകളിലുമുണ്ട്. അതും അരുതാത്ത പ്രവാചക ജീവിതത്തിൽ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും വലിയ പാഠം താൻ അനുഭവിച്ച അനാഥത്വത്തിന്റെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി ഏതൊരു അനാഥക്കും തന്നിൽ ഏതൊരാൾക്കും ലോകാവസാനം വരെയുള്ള ഏതൊരു അനാഥക്കും ലഭിക്കേണ്ടത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ, പരിഗണനയുടെ, ആദരവിന്റേതായ ഒരു അംഗീകാരത്തിന്റേതായ ഒരു അനുഭവമാണ് എന്നായിരുന്നു തിരുമേനിയുടെ തീരുമാനം. ആ തീരുമാനം നമുക്ക് നൽകുന്ന പാഠം ഇതായിരിക്കും. രണ്ടാമതായി പറയാനുള്ള പ്രവാചക വ്യക്തിത്വം വളർത്തപ്പെട്ടത് വിശ്വസ്തതയിലാണ്. ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിന് തെളിച്ചമാവേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചക ജീവിതത്തിൽ നമുക്കുള്ള ഉത്പത്തി, നമുക്കുള്ള മാതൃക ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകും വിധം പിന്തുടരുവാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا الله. ബഹുമാന്യരായ സഹോദരീ സഹോദരൻ, അല്ലാഹുവിന്റെ വിധികൾക്ക് അനുസരിച്ച് ജീവിതത്തെ വിശുദ്ധമാക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ആവശ്യപ്പെടുന്നു. അവിധം വിശുദ്ധമായ ഭക്തിനിരതമായ ജീവിതം നയിച്ച് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പ്രതിഫലവും നേടുന്ന സൗഭാഗ്യവന്മാരിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുന്നതാണ്. സർവശക്തനായ നാഥ, കരുണാവാരിയായ അള്ളാഹു, ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ, നിസ്സാരവും ഗുരുതരവുമായ, രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തു തരണം. ഞങ്ങൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഞങ്ങൾ നീ ലോകത്തും പരലോകത്തും പിടികൂടല്ലേ നാഥ, ശിക്ഷിക്കല്ലേ നാഥ, അപമാനിക്കല്ലേ നാഥ. ഓർക്കപ്പെടാത്ത ഒരു തെറ്റും ഒരു കുറ്റവും ഞങ്ങൾക്ക് വായിക്കല്ലേ നാഥ. നാഥ, നിന്റെ അന്ത്യപ്രവാചകന്റെ മാതൃക പിന്തുടർന്ന് നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ ഞങ്ങൾക്ക് നീ നിർമ്മിക്കുന്നതാണ്. നാഥ, നിന്റെ അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ യോഗം. അവിടുത്തെ അനുജന്മാർ ചോദിച്ചു, ഞങ്ങൾ എന്റെ അങ്ങയുടെ സഹോദരന്മാർ അല്ല, നിങ്ങൾ എന്റെ സിതാക്കളാണ്, എന്റെ സഹോദരന്മാർ, പിന്നാലെ വരുന്ന എന്റെ മാതൃക പിന്തുടർന്നവരാണ് എന്ന് തിരുമേനി സ്വല്ലല്ലാഹു ചെയ്തു. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു കാണാൻ കാത്തിരുന്ന, പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രവാചകന്റെ സഹോദരന്മാർ നാഥ ഞങ്ങൾ ഉൾപ്പെടുത്തണം. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെയും സഹോദരീ സഹോദരന്മാരെയും ബന്ധുമിത്രാദികളെയും ഇതിന് അനുഗ്രഹീതമായ സ്വർഗത്തിൽ അമ്പിയാക്കളുടെ, മുസ്ലിങ്ങളുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ വേണ്ടി ഒരുമിച്ച് കൊണ്ടിരിക്കുന്നവരാണ്. നിന്റെ അന്ത്യദൂതനുമായി അവിടെ വെച്ച് സന്ധിക്കുവാനും ആലിംഗനം ചെയ്യാനും ഹസ്തദാനം ചെയ്യാനും നിന്റെ അന്ത്യദൂതനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു സ്വർഗത്തിൽ കഴിക്കുവാനും നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നവരാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اهدنا إلى القرآن
القرآن والسنة أمتنا مع الإيمان والتوبة وارزقنا بالصالحين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين والكفر والكافرين والنفاق والمنافقين لا تجعلنا. اللهم انصر إخواننا المجاهدين الإسلاميين في جميع الناحيات ودمر أعداءهم ومزقهم كل ممزق يا رب العالمين. اللهم انصر حركات الإسلام في جميع الناحيات في بلدنا هذا يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اجرنا من النار. اللهم اعتقنا من عذاب القبر من عذاب النار. ربنا لا تجعلنا من عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا اجعلنا من ورثة جنة النعيم مع النبيين والصديقين والشهداء والصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا وعلى آبائنا وأمهاتنا وأزواجنا وأولادنا وإخواننا وأخواتنا وأقربائنا ومن أوصانا بالدعاء إنك أنت التواب الرحيم. وقل لنا يا غافر المذنبين ارحمنا يا أرحم